വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ജി കെ റാങ്ക് കോർണറിൽ നമുക്ക് കുറച്ച് അപരനാമങ്ങൾ പഠിക്കാം. പല നഗരങ്ങളും അല്ലെങ്കിൽ പല രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ പല സ്ഥലങ്ങളുടെയും അപരനാമങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട് അല്ലെ. അങ്ങനെ കുറച്ച് അപരനാമങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മഴവിൽ ദേശം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? മഴവിൽ ദേശം ദക്ഷിണാഫ്രിക്ക. യൂറോപ്പിന്റെ രോഗി ഏതാണ്? യൂറോപ്പിന്റെ രോഗി തുർക്കി. ഫാഷൻ നഗരം പാരീസ്. ചെറിയ റഷ്യ ഉക്രൈൻ. യൂറോപ്പിന്റെ കവാടം റോട്ടർഡാം. ഉദയസൂര്യന്റെ നാട് ജപ്പാൻ. പ്രകാശത്തിന്റെ നഗരം പാരീസ്. ഭൂഖണ്ഡ ദ്വീപ് ഓസ്ട്രേലിയ. വെള്ളാനകളുടെ നാട് തായ്ലൻഡ്. നൈലിന്റെ ദാനം ഈജിപ്ത്. നീലാകാശങ്ങളുടെ നാട് മംഗോളിയ. യൂറോപ്പിന്റെ പുതപ്പ് ഗൾഫ് സ്ട്രീം. യൂറോപ്പിന്റെ കളിസ്ഥലം സ്വിറ്റ്സർലൻഡ്. 1000 തടാകങ്ങളുടെ നാട് ഫിൻലൻഡ്. ആഫ്രിക്കയുടെ വിജാഗിരി കാമറൂൺ. ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം ചാട്. മേപ്പിളിന്റെ നാട് കാനഡ. മരതക ദ്വീപ് അയർലൻഡ്. മഴവില്ലുകളുടെ നാട് ഹവായ് ദ്വീപ്. നീണ്ട വെളുത്ത മേഘങ്ങളുടെ നാട് ന്യൂസിലൻഡ്. യൂറോപ്പിന്റെ അമ്മായിയമ്മ ഡെൻമാർക്ക്. യൂറോപ്പിന്റെ കാശ്മീർ സ്വിറ്റ്സർലൻഡ്. യൂറോപ്പിന്റെ പടക്കളം ബെൽജിയം. ഇടിമിന്നലുകളുടെ നാട് ഭൂട്ടാൻ. ആഫ്രിക്കയുടെ ഹൃദയം ബുറുണ്ടി. യൂറോപ്പിന്റെ പണിപ്പുര ബെൽജിയം. ആഫ്രിക്കയുടെ കൊമ്പ് സൊമാലിയ. യൂറോപ്പിന്റെ അപ്പത്തൊട്ടി ഉക്രൈൻ. മാർബിളിന്റെ നാട് ഇറ്റലി. വെളുത്ത റഷ്യ ബെലാറസ്. യൂറോപ്പിന്റെ അറക്കമിൽ സ്വീഡൻ. പാലങ്ങളുടെ നഗരം വെനീസ്. കനാലുകളുടെയും കൈവഴികളുടെയും നാട് ബംഗ്ലാദേശ്. കങ്കാരുവിന്റെ നാട് ഓസ്ട്രേലിയ. കരിങ്കൽ നഗരം അബർദീൻ. വിലക്കപ്പെട്ട നഗരം ലാസ. ലോകത്തിന്റെ മേൽക്കൂര പാമീർ. മോസ്കുകളുടെ നഗരം ധാക്ക. എംപയർ സിറ്റി ന്യൂയോർക്ക്. ബിഗ് ആപ്പിൾ ന്യൂയോർക്ക്. ബിഗ് ആപ്പിൾ ന്യൂയോർക്ക്. എന്നാൽ ബിഗ് പൈനാപ്പിൾ ഹോണോലുലു. ബിഗ് പൈനാപ്പിൾ ഹോണോലുലു. ഏഷ്യയുടെ കവാടം ഫിലിപ്പൈൻസ്. പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് ബാർബഡോസ്. 7 മലകളുടെ നഗരം റോം. ലോകത്തിന്റെ അപ്പത്തൊട്ടി പ്രയറി പുൽമേടുകൾ. ലോകത്തിന്റെ പഞ്ചസാര കിണ്ണം ക്യൂബ. കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. കാളപ്പോരിന്റെ നാട് സ്പെയിൻ. വസന്തദ്വീപ് ജമൈക്ക. ലോകത്തിന്റെ കാപ്പി തുറമുഖം സാൻഡോസ്. കിഴക്കിന്റെ സ്കോട്ട്ലൻഡ് ഷില്ലോങ്. സുവർണ കവാട നഗരം സാൻ ഫ്രാൻസിസ്കോ. 7 മലകളുടെ നാട് ജോർദാൻ. പിരമിഡുകളുടെ നാട് ഈജിപ്ത്. 100 ഗോപുരങ്ങളുടെ നഗരം പ്രാഗ്. കേക്കുകളുടെ നാട് സ്കോട്ട്ലൻഡ്. അഡ്രിയാറ്റിക്കിന്റെ രാജ്ഞി വെനീസ്. കഴുകന്മാരുടെ നാട് അൽബേനിയ. ബിഗ് ഓറഞ്ച് ലോസ് ഏഞ്ചൽസ്. നിത്യ നഗരം റോം. കൂണന്മാരുടെ നാട് ഹംഗറി. സുവർണ പഗോഡകളുടെ നാട് മ്യാൻമാർ. പഗോഡകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ പറഞ്ഞിട്ടുള്ളതാണ് അത്. ഏഷ്യയുടെ രോഗി മ്യാൻമാർ. അമ്പര ചുംബികളുടെ നഗരം എന്നറിയപ്പെടുന്നത്, അമ്പരചുംബികളുടെ നഗരം ന്യൂയോർക്ക്. ആധുനിക ബാബിലോൺ ലണ്ടൻ. പവിഴദ്വീപ് ബഹറിൻ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ താക്കോൽ മുത്ത് മൗറീഷ്യസ് ദ്വീപ്. തെക്കേ അമേരിക്കയുടെ ഹൃദയം പരാഗ്വേ. ധവള നഗരം ബൽഗ്രേഡ്. ജൂനിയർ അമേരിക്ക കാനഡ. വെളുത്ത നഗരം അന്റാർട്ടിക്ക. അഗ്നിയുടെ ദ്വീപ് ഐസ്ലാൻഡ്. പ്രഭാത ശാന്തതയുടെ നാട് കൊറിയ. മെഡിറ്ററേനിയന്റെ ദീപസ്തംഭം സ്ട്രംബോളി. വിദൂര സൗന്ദര്യത്തിന്റെ നഗരം വാഷിംഗ്ടൺ DC. കാറ്റിന്റെ നഗരം ചിക്കാഗോ. കടൽ വളർത്തിയ പൂന്തോട്ടം പോർച്ചുഗൽ. മെഡിറ്ററേനിയന്റെ നാട്, മെഡിറ്ററേനിയന്റെ താക്കോൽ, സോറി കേട്ടോ, മെഡിറ്ററേനിയന്റെ താക്കോൽ ജിബ്രാൾട്ടൺ.
ലില്ലിപ്പൂക്കളുടെ നാട് കാനഡ. എട്ടാമത്തെ ഭൂഖണ്ഡം മഡഗാസ്കർ. സുവർണ കമ്പിളിയുടെ നാട് ഓസ്ട്രേലിയ. ഏഷ്യയുടെ നാവ് ചൈന. ഫുട്ബോളിന്റെ കൺട്രി ബ്രസീൽ. ഹെലനിക് റിപ്പബ്ലിക് ഗ്രീസ്. ദൈവത്തിന്റെ സ്വന്തം നാട് ന്യൂസിലൻഡ്. മഞ്ഞിന്റെ നാട് കാനഡ. പാതിര സൂര്യന്റെ നാട് നോർവേ. ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം കെന്റ്. 1000 ആനകളുടെ നാട് ഏതാണ്? ലാവോസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സത്യസന്ധന്മാരുടെ നാട്. നമ്മള് എന്താ ഭൂഖണ്ഡങ്ങൾ പഠിച്ചപ്പോ അല്ലെ? ബുർക്കിന ഫാസോ. ഇരുണ്ട ഭൂഖണ്ഡം ഇതും പഠിച്ചതാണ് ആഫ്രിക്ക. കാറ്റാടി യന്ത്രങ്ങളുടെ നാട് നെതർലൻഡ്സ്. കവികളുടെ നാട് ചിലി. തെക്കിന്റെ ബ്രിട്ടൻ ന്യൂസിലൻഡ്. അപ്പൊ ഇത്രയാണ്. കുറച്ച് അധികമൊന്നും പഠിപ്പിച്ചിട്ടില്ല, വളരെ കുറച്ച് മാത്രം കേട്ടോ. നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഇത്തരം ചോദ്യങ്ങൾ പലതും ജനറൽ GK വിഭാഗത്തിൽ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോ ഡിഗ്രി ലെവലിൽ ചോദിച്ചുകൂടാന്നല്ല കേട്ടോ. 10th ലെവല് അതുപോലെ തന്നെയുള്ള ലാസ്റ്റ് ഗ്രേഡ് പോലുള്ള എക്സാമുകൾക്കൊക്കെ ധാരാളം നമ്മൾ 10th ലെവല് പ്രിലിംസ് മെയിൻസ് പിന്നെ ഇനി വരാൻ പോണ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് എക്സാം വരാൻ പോവാണ്, കമ്പനി കോർപ്പറേഷൻ, അതിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. പ്ലസ് റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഏതായാലും ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക. ക്ലാസ് കേട്ട് കേട്ട് പഠിക്കുക. എഴുതി വെക്കാനും താല്പര്യം വെച്ചാൽ അങ്ങനെ എഴുതി വെക്കുക. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.